ഇപ്പോൾ നമ്മൾ ലീസിന് എടുത്തിട്ടുള്ള ആട് ഇതിനെ കുറച്ച് വളർത്താനുള്ള കൂടുകളൊക്കെയാണിത്. ഇതിനകത്താണ് നമ്മൾ കൂടുകൾ ഇത് കോഴിയെയും വളർത്താം ആടിനെയും വളർത്താം, അങ്ങനത്തെ സെറ്റപ്പിലുള്ള കൂടാണ്. ഇനി ഇതിൻ്റെ പുറകെയാണ് അടുത്ത കൂട്. ഇതാണ് ഇതിൻ്റെ അടുത്ത കൂട്. കാരണം ഇതാണ് ഒരു സെറ്റപ്പുള്ള കൂട്. ഇതിന് ഡോറൊന്നും ഇല്ലായിരുന്നു, ആകെ വൃത്തികെട്ട് നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഞാൻ പണി കഴിപ്പിച്ചതാണ് ഇതിനകത്ത്. ഇത് വലിയൊരു കൂടാണ്. ഇതിനകത്തൊരു 10-40 ആടിനെ 10-20-30 ആടിനെ വളർത്താൻ, ഏകദേശം ഒരു 10-20 ആടിനൊക്കെ വളർത്താം. അപ്പുറത്തൊരു 20 ആടും. പിന്നെ ഇതിൻ്റെ സ്ഥലം ആകെ പ്ലോട്ട് മൊത്തത്തിൽ ഇതാണ് താമസിക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ ഇതാണ് നമ്മൾ വാട്ടർ ടാങ്ക്. ഇതിനകത്താണ് വാട്ടർ സ്റ്റോക്ക് ചെയ്യൽ. കാരണം ഇത് നമ്മൾ എങ്ങനെ പൈപ്പ് ഉണ്ട്, ഇത് ഇവിടെ വർക്കേഴ്സിന് ഇനി ആരെയും താമസിക്കാനും കുളിക്കാനുള്ള വെള്ളത്തിൻ്റെ സൗകര്യം, ഇവിടെ കുളിപ്പര കെട്ടാനുള്ള സൗകര്യം, അതുപോലെ ഇത് നമ്മുടെ ഭൂമിയിൽ നമ്മളെ ആ തോട്ടത്തിൽ കൂടെ അങ്ങ് ഒഴുകുന്ന വെള്ളം കേട്ടോ. ഇതാണ് വെള്ളം ഇതാണ് വെള്ള ടാങ്ക്. ഇത് നിറയെ എത്ര കപ്പാസിറ്റി എന്നിപ്പോൾ എനിക്ക് പറയാൻ അറിയില്ല. ഇത് താഴെ അവിടെയാണ് നമ്മളുടെ ഒരു കിണറുള്ളത്. ഇതൊക്കെ നമ്മളുടെ രണ്ട് പ്ലോട്ടായിട്ട് ഈ താഴെ കാണുന്നത് അതിൻ്റെ അപ്പുറം ഓരോരോ ഫ്ലോട്ടുകളാണ്. ഇതൊക്കെ ഇതിൽപ്പെട്ട സ്ഥലങ്ങളാണ്. ഇത് മറ്റൊരു ടീമിൻ്റെ പ്ലോട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. ഇതിനകത്തൊക്കെ നമുക്കുള്ളതാണ്. ഇതിനകത്ത് അങ്ങോട്ട് കുറേ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്, നല്ല പുല്ലുകളുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ചീര ഉണ്ട്. താൽക്കാലികം ഞങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ചീരകളൊക്കെ ഇതിനകത്ത് പറിച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ വർക്കേഴ്സ് ഉണ്ട്. നമുക്കിവിടെ വെള്ളം ചാടിക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി തോട്ടത്തിലോട്ട് വെള്ളം ഒഴുക്കി വിടാനുള്ള സൗകര്യമുണ്ട്. ഇതിപ്പോൾ താറാവിനെ കോഴിനെ ഒക്കെ വളർത്താൻ ഉദ്ദേശത്തിലൊരു കൂടും കൂടി സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ നാടൻ രീതിയിലുള്ള കൂടാണ്. ഇത് നമ്മൾ ഇവിടുത്തെ കാട്ടുകളിൽ നിന്നൊക്കെ ശേഖരിച്ച മരം കൊണ്ടൊക്കെ കൂടുകളാണ്. ഇവിടുത്തെ പണിക്കാർ ഒരു ദിവസം കാട്ടിലൊക്കെ പോയി മരങ്ങളൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ സാമ്പിള് നമ്മളിതൊക്കെ കെട്ടിക്കൊണ്ടേ ഇരിക്കുക. ഇതാണ് നമ്മളെ ഫ്ലോട്ടുകൾ.